സ്നേഹപിതാവായ ദൈവമേ, ഗാഗുൽത്ത ധ്യാനകേന്ദ്രത്തിൽ വിവിധങ്ങളായ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ, ഏകദിന ശുശ്രൂഷകളിലും താമസിച്ചുള്ള ധ്യാനങ്ങളിലും ചെറുതും വലുതുമായ മറ്റ് വിവിധങ്ങളായ ശുശ്രൂഷകളിൽ പങ്കെടുക്കാനായിട്ട് കടന്നു വരികയും വിവിധ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഗാഗുൽത്തയിൽ വന്ന് ദൈവവുമായിട്ട് ഒരു വാഗ്ദത്തത്തിൽ എത്തുകയും ദൈവവുമായിട്ടൊരു കവനൻ്റ് റിലേഷൻഷിപ്പിൽ വരികയും അവരുടെ വ്യക്തിപരമായ 5 നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത് ഗാഗുൽത്തയിലെ ബെന്യച്ചൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു കവനൻ്റ് ബോക്സ് അവർക്ക് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ സാധാരണഗതിയിൽ നമ്മൾ ഒക്കെ അറിയുന്ന പോലെ തന്നെ മണ്ണ്, വെള്ളം, ഉപ്പ്, കുന്തിരിക്കം, മെഴുകുതിരി, ഒരു കോയിൻ ഒക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കൊടുക്കുന്ന വേറെ 2 വസ്തുക്കളും കൂടെ അതിനകത്തുണ്ട്. മറ്റ് വസ്തുക്കളൊക്കെ ബൈബിളുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ സഭയുടെ പ്രബോധനങ്ങൾക്കനുസരിച്ചുള്ളതാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ 2 കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഒന്ന്, ഒരു ബെനഡിക്റ്റൈൻ ക്രോസ്. ഇതിൻ്റെ ഏറ്റവും മിനിയേച്ചർ വെർഷനാണ്. വലിയ കുരിശുകളാണ് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ചില ആളുകൾ കാറിൻ്റെ കീയിൽ അതിടാറുണ്ട്, ജപമാലയിൽ ഇടാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ബെനഡിക്റ്റൈൻ ക്രോസ് എന്നുള്ളതാണ്. കത്തോലിക്ക സഭയിൽ നിരവധി സന്യാസ സമൂഹങ്ങൾ ഉണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ CMI സഭ, കപ്പുച്ചിൻ സഭ, ഡോൺ ബോസ്കോ. ഇപ്പോൾ സ്കൂളോ കോളേജോ ആശുപത്രിയൊക്കെ നടത്തുന്ന സഭക്കാരെ എല്ലാവരും അറിയും, അല്ലാത്ത ആളുകളെ തിരിച്ചറിയാൻ പ്രയാസമാണ്. യൂറോപ്പിലെ കത്തോലിക്ക സഭയിലെ വിശ്വാസമൊക്കെ വളരെ വീണുപോവുകയും ആളുകളൊക്കെ ദുർമന്ത്രവാദത്തിനും ആഭിചാര കർമ്മങ്ങൾക്കൊക്കെ തിരിഞ്ഞ സമയത്ത് സെയിൻറ്റ് ബെനഡിക്റ്റിൻ്റെ നേതൃത്വത്തിൽ ബെനഡിക്റ്റൈൻ സന്യാസ സമൂഹങ്ങൾ ആരംഭിക്കുകയും ഈ പൈശാചിക പീഡകൾക്ക് എതിരായിട്ടുള്ള പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും അവർ ആരംഭിച്ചു. ബെനഡിക്റ്റൈൻ മൊണാസ്ട്രികളെ കേന്ദ്രീകരിച്ചാണ് ഈ പ്രാർത്ഥനകൾ നടന്നിരുന്നത്. വിശുദ്ധനായ ബെനഡിക്റ്റ് പൈശാചിക പീഡ നേരിടുന്ന സമയത്ത് ചൊല്ലേണ്ട പ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ച് തന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക തരം കുരിശിനെയാണ് ബെനഡിക്റ്റൈൻ ക്രോസ് എന്ന് വിളിക്കുന്നത്. ഇത് പല വലിപ്പത്തിലുണ്ട്. പൈശാചിക പീഡകളുടെ അസ്വസ്ഥത നേരിടുന്ന ആളുകൾ പലപ്പോഴും വൈദികരുടെ അടുത്തൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് ഹീലിംഗ് പ്രെയർ, ഡെലിവറൻസ് പ്രെയർ അല്ലെങ്കിൽ ഭൂതോച്ചാടന പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്ന സമയത്ത് വൈദികർ ബെനഡിക്റ്റൈൻ ക്രോസ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലാറുള്ളത്. നിങ്ങൾ പലപ്പോഴും ഈ ഭൂതോച്ചാടനവുമായി ബന്ധപ്പെട്ട സിനിമകളൊക്കെ കാണുന്നു, ഏഞ്ചൽസ് ആൻഡ് ഡെമോൺസ് അതുപോലെയുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ അതിനകത്ത് വൈദികരൊക്കെ കുരിശ് പിടിച്ചുകൊണ്ടിരിക്കുക. ആ കുരിശ് ബെനഡിക്റ്റൈൻ ക്രോസ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക പീഡ നേരിടുന്നത്, പൈശാചിക പീഡ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോയിട്ട് പിശാചിനെ പിടിക്കാൻ പോയെന്നതിൽ അർത്ഥമാക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ദുർമന്ത്രവാദങ്ങളും ആഭിചാര കർമ്മങ്ങളും ഹനുമാൻ സേവയും കൂടോത്രവും ധനാകർഷണ യന്ത്രം എന്നൊക്കെ പറഞ്ഞ് പലതരം ആഭിചാര കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഒരേ മേഖലയിൽ കോമ്പറ്റീഷൻ നടക്കുകയാണെങ്കിൽ ചില ആളുകൾ, ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ബിസിനസ് ചെയ്യുന്ന ആളുകളെ തകർക്കുന്നതിന് വേണ്ടി ഇത്തരം ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ മേൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇഫക്റ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ബെനഡിക്റ്റൈൻ ക്രോസ് ആശീർവദിച്ച് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. എൻ്റെ കാറിൻ്റെ കീ ചെയിൻ, കാറിൻ്റെ കീ ഇട്ടിരിക്കുന്നത് ബെനഡിക്റ്റൈൻ ക്രോസിലാണ്. എൻ്റെ കാറിൻ്റെ ഉള്ളിൽ ഒരു ബെനഡിക്റ്റൈൻ ക്രോസ് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. പലപ്പോഴും ഞാൻ ശുശ്രൂഷകൾക്കൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ കൈവശം ബെനഡിക്റ്റൈൻ ക്രോസ് കൊണ്ടു നടക്കാറുണ്ട്. പലപ്പോഴും ഇനിയിപ്പോൾ പുറത്ത് പ്രദർശിപ്പിക്കാൻ പറ്റാത്തത് ആ ഒരു അവസ്ഥയാണെങ്കിൽ എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ ബെനഡിക്റ്റൈൻ ക്രോസ് ഇട്ടുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ശുശ്രൂഷയ്ക്ക് പോകാറുള്ളത്. പോപ്പ് ലിയോ 13 മാർപ്പാപ്പ ഭൂതോച്ചാടനവുമായി ബന്ധപ്പെട്ട് ക്രമപ്പെടുത്തി സഭ അംഗീകരിച്ചു കൊടുത്ത പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് വൈദികരെ ബെനഡിക്റ്റൈൻ ക്രോസ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കാറുള്ളത്. ആ ബെനഡിക്റ്റൈൻ ക്രോസിൽ നോക്കിയിട്ടാണ് സാധാരണ രീതിയിൽ 17 പ്രാവശ്യം നെറ്റിയിലും ചുണ്ടിലും ഹൃദയത്തിലും വലത് കൈയിലും ഇടത് കൈയിലുമൊക്കെ ആയിട്ട് പ്രാർത്ഥന
കുരിശടയാളം വരയ്ക്കാൻ പറയും. ആ കുരിശടയാളം വരയ്ക്കുന്ന സമയത്ത് ബെനഡിക്റ്റൈൻ ക്രോസിലേക്ക് നോക്കിയിട്ടാണ് കുരിശടയാളം വരയ്ക്കാൻ പറയുന്നത്. പൈശാചിക പീഡകളിൽ നിന്ന് വിടുതൽ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. ഒരു സമയത്ത് ഒരു ശുശ്രൂഷ നടക്കുന്ന വിടുതൽ ശുശ്രൂഷയിൽ ഞാനും കൂടെ പങ്കാളിയായി നിൽക്കുന്ന സമയത്ത് ഒരു പൈശാചികമായ പൂജയ്ക്ക് പോയി പൈശാചിക പീഡിയിലാകപ്പെട്ട വ്യക്തി എന്നെ നോക്കി കണ്ണുരുട്ടി ഇങ്ങനെ നോക്കി പെട്ടെന്ന് പുറകിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ എനിക്കെന്താണെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് അദ്ദേഹം പറയുന്നത്, നിൻ്റെ പോക്കറ്റിൽ എന്താണെന്നാണ് ചോദിക്കുക എന്ന് പറഞ്ഞ് എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ബെനഡിക്റ്റൈൻ ക്രോസ് ആശീർവദിച്ച കുരിശായിരുന്നു. ആ കുരിശ് അദ്ദേഹത്തിൻ്റെ ഈ പൈശാചിക പീഡ കേട്ട് ഭയങ്കര ഒരു ക്രിമിനൽ സ്വഭാവത്തോടു കൂടി പെരുമാറിയിരുന്ന വ്യക്തി പോക്കറ്റിൽ കിടക്കുന്ന കുരിശ് കണ്ടപ്പോൾ തന്നെ മുന്നോട്ട് വന്നിരുന്ന ആൾ പുറകിലേക്ക് പോവുകയും നമുക്കൊരു ദൈവിക സംരക്ഷണം ലഭിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്കും സംശയമൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഇത് വലിയൊരു സംരക്ഷണമായി മാറുന്നു. സഭ അംഗീകരിച്ചിട്ടുള്ള പല കുരിശുകളുണ്ട്. ഹാർവസ്റ്റ് ക്രോസ്, താവു ക്രോസ്, അങ്ങനെ പലതരത്തിലുള്ള കുരിശുകളുണ്ട്. പക്ഷേ പൈശാചിക പീഡയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തുന്ന സമയത്ത് എപ്പോഴും ബെനഡിക്റ്റൈൻ ക്രോസ് അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള കുരിശും അതിനൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പോൾ ഈ കവനൻ്റ് ബോക്സ് തരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു 9 വസ്തുക്കളിൽ ഒരു വസ്തു ബെനഡിക്റ്റൈൻ ക്രോസ്. ഇതതിൻ്റെ ഒരു സമ്പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇതിലെ 9ാമത്തെ വസ്തുവായിട്ട് മാതാവിൻ്റെ മെഡലാണ് തരുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ലീജിയൻ ഓഫ് മേരിക്കാരുടെയൊക്കെ കയ്യിലുള്ള M എന്നെഴുതിയിട്ട് ഒരു കുരിശടയാളമായിട്ടുള്ള ഒരു മാർക്കിംഗ് പുറകിലും ഇവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രവും അങ്കിതമാണ്. അപ്പോൾ എന്താണ് ഈ മരിയൻ മെഡലിൻ്റെ പ്രത്യേകത എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ആദം ഹവ്വ ദമ്പതികളെ തോട്ടത്തിലാക്കുന്നു, ഏദൻ തോട്ടത്തിലാക്കുന്നു. നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറയുന്നു. തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം അവർ ഭക്ഷിക്കുന്നു. ദൈവം കടന്നു വരുന്നു. ആ കടന്നു വരുന്ന സമയത്ത് ഇതെന്താ നിങ്ങൾ ചെയ്തെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആദം പറഞ്ഞു, നീ എനിക്ക് കൂട്ടുന്ന സ്ത്രീ പഴം പറിച്ചെന്ന് ഞാൻ തിന്നു. സ്ത്രീയോട് ചോദിച്ചെന്താണെന്ന് പറഞ്ഞു, പാമ്പ് എന്നെ പറഞ്ഞു ഇത് ആകർഷണമാണ്, ഇത് തിന്നാൽ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞുകൊണ്ട് തിന്നതാണ്. അപ്പോൾ പാമ്പിനെ ശപിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ വരുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, ദൈവം സർപ്പത്തോട് പറയുന്നു, സ്ത്രീയുടെ സന്തതി, നീ സ്ത്രീയാണ് ഇവിടെ വഞ്ചിച്ചത്, പക്ഷേ എന്നാൽ സ്ത്രീയുടെ സന്തതി, സർപ്പത്തോട് പറഞ്ഞു നിൻ്റെ സന്തതിയും തമ്മിൽ വലിയ യുദ്ധമുണ്ടാകും, സ്ത്രീയുടെ സന്തതി നിൻ്റെ തലയെ തകർക്കും. സ്ത്രീയുടെ സന്തതി എന്ന് തന്നെയാണ് പറയുന്നത്. ബൈബിൾ വായിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു തലമുറ കൊടുക്കുന്ന സമയത്ത് പുരുഷന്മാരുടെ പേരാണ് അധികം കൊടുക്കാറ്. വളരെ അപൂർവമാണ് സ്ത്രീകളുടെ പേര് കൊടുക്കാറുള്ളൂ. വംശാവലി ഗ്രന്ഥത്തിലാകെ 3 സ്ത്രീകളുടെ പേരുള്ളൂ. റാഹാബ്, ഊറിയയുടെ ഭാര്യ എന്നാണ് പറയുന്നത്, ബത്ശേബ എന്ന പേര് കൊടുക്കുന്നില്ല. റാഹാബിൻ്റെ പേര് കൊടുക്കുന്നുണ്ട്, താമാറിൻ്റെ പേര് കൊടുക്കുന്നുണ്ട്, റൂത്തിൻ്റെ പേര്, 3 പേരേ കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനം മറിയത്തിൻ്റെ പേരാണ് കൊടുക്കുന്നത്. അപ്പോൾ പേരുകൾ കൊടുക്കുമ്പോൾ പോലും കൊടുക്കുന്നത്. അപ്പോൾ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയിൽ നിന്ന് ജനിച്ച ഒരാൾ മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. പുരുഷ സ്പർശനമേൽക്കാതെ പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭിണിയാവുകയും അങ്ങനെ യേശുവിന് ജന്മം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ യേശു സാത്താൻ്റെ തലയെ തകർക്കുന്നൊരു പ്രവചനം അവിടെ തുടങ്ങുകയാണ്. അപ്പോൾ മറിയവുമായി ബന്ധപ്പെട്ടൊരു ചിന്തയാണ് അവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ യേശയപ്രവചന പുസ്തകം വായിക്കുന്ന സമയത്ത് വായിക്കുന്നുണ്ട്, യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ലൂക്ക സുവിശേഷം വായിക്കുന്നുണ്ട്, കന്യഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ ശുശ്രൂഷകളുടനീളം ആരംഭിക്കുന്ന സമയത്ത് തന്നെ കാനായിലെ കല്യാണ വിരുന്നിൽ മറിയത്തിൻ്റെ സാമീപ്യവും നമ്മൾ വായിക്കുന്നു. യേശുവിൻ്റെ ക്രൂശീകരണവും പീഡാസഹന സമയത്തെല്ലാം നമ്മൾ മറിയത്തിൻ്റെ സാമീപ്യവും നമ്മൾ വായിക്കുന്നു. യേശുവിൻ്റെ മരണശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവിൻ്റെ 12 അപ്പസ്തലന്മാരും യേശു തിരഞ്ഞെടുത്ത 72 ശിഷ്യന്മാരും യേശുവിനെ അനുഗമിച്ച 36ഓളം ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ മാർക്കോസിൻ്റെ മാളിക മുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പസ്തല പ്രവർത്തനം 1-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അവിടെ മറിയത്തിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയാണ്, യേശുവിൻ്റെ അമ്മയായ മറിയവും 120ഓളം ശിഷ്യന്മാരും സമ്മേളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ മറിയമാണ് ഈ ശുശ്രൂഷകൾക്ക് തന്നെ നേതൃത്വം കൊടുക്കുന്നത്. കാരണം
പരിശുദ്ധാത്മാവ് ശരീരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയുന്ന ഏക വ്യക്തി പരിശുദ്ധ കന്യാമറിയായിരുന്നു. പരിശുദ്ധാത്മാവ് ആവസിച്ചു എന്ന് ബൈബിൾ പറയുന്ന ആദ്യത്തെ വ്യക്തി പരിശുദ്ധ കന്യാമറിയമാണ്. എൽസിബത്തിന് മുൻപിൽ ചെന്ന് മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എൽസിബത്തിൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കാൻ കഴിവുള്ള വ്യക്തി പരിശുദ്ധ കന്യാമറിയമായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ മരണശേഷം ഭയപ്പെട്ടു പോയ ശിഷ്യന്മാരെയെല്ലാം കൂട്ടിച്ചേർക്കുന്നതിനും അത് പിന്നീടൊരു സുവിശേഷവൽക്കരണ വേളകൾക്കെല്ലാം ശക്തി പകരുവാൻ മറിയത്തിന് സാധിച്ചു. മറിയം മരിച്ചു കഴിഞ്ഞ സമയത്ത് അവിടെ ഇല്ലാതിരുന്ന തോമസ് അപ്പോസ്തലൻ പിന്നീട് അവിടെ എത്തിച്ചേരുകയും മറിയത്തിൻ്റെ മുഖം അവസാനമായിട്ട് കാണാൻ വേണ്ടി കല്ലറ തുറന്ന സമയത്ത് മറിയത്തിൻ്റെ ശരീരം അവിടെ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ മറിയം സ്വർഗാരോപിതയാണെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ വായിക്കുന്നു, മറിയം സ്വർഗാരോപിത ആയതുകൊണ്ട് തന്നെ ഫാറ്റിമയിൽ, ലൂർദിൽ, മെഡ്ജുഗോറിയയിൽ, ഗോഡലുപ്പയിൽ, അങ്ങനെ പലയിടങ്ങളിലും, അല്ലെങ്കിൽ വേളാങ്കണ്ണിയിൽ, കേരളത്തിലെ കുറുവിലങ്ങാട്, വല്ലാർപാടം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ നടന്നതായി സഭ തന്നെ അംഗീകരിക്കുകയും സഭ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്ന യേശുവിൻ്റെ ചെറുപ്പകാലത്ത് യേശുവിനെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവപ്രീതിയിലും മനുഷ്യപ്രീതിയിലും വളർത്തിയതുപോലെ നമ്മളെയും ആത്മീയമായി വളർത്തുവാൻ യേശുവിൻ്റെ അമ്മ മറിയത്തിൻ്റെ സാമീപ്യം നമുക്ക് ഉണ്ടാകുവാനായിട്ട് ഈ മെഡൽ നമ്മളെ സഹായിക്കുന്നു. മറിയം നൽകുന്ന സംരക്ഷണം, സ്വർഗത്തിലെ രാജ്ഞി, അപ്പോസ്തലന്മാരുടെ രാജ്ഞി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ദാവീദിൻ്റെ മരണശേഷം സോളമൻ 13-ാം വയസ്സിലെ രാജാവായി. അതുവരെ രാജാവ് രാജ്ഞി, അല്ലെങ്കിൽ ദാവീദ് രാജാവായപ്പോൾ ബേത്ശേബ രാജ്ഞിയായിട്ട് രാജസദസ്സിൽ വരുന്നു. ഇത് കഴിഞ്ഞ് സോളമൻ രാജാവായി കഴിഞ്ഞപ്പോൾ 13 വയസ്സുണ്ടായിരുന്നു മാത്രം ഉണ്ടായിരുന്ന സോളമൻ രാജാവായി കഴിഞ്ഞപ്പോൾ അതുവരെ രാജ്ഞിമാരുടെ സാന്നിധ്യമാണ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് മുതൽ സോളമൻ രാജപദവി ഏറ്റെടുത്തപ്പോൾ രാജ്ഞിക്ക് പകരം രാജമാതാവ് സദസ്സിൽ വരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സോളമൻ്റെ കാലം കഴിഞ്ഞപ്പോൾ മുതൽ പിന്നീട് മുഴുവനും രാജമാതാവിനാണ് പ്രാധാന്യം, രാജ്ഞിക്കല്ല പ്രാധാന്യം. അതുകൊണ്ട് തന്നെ സഭയിൽ യേശുവിനോടൊപ്പം തന്നെ യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് സോളമൻ്റെ കാലഘട്ടം മുതൽ എപ്രകാരം രാജമാതാവിന് പ്രാധാന്യം ലഭിച്ചുവോ അതേ പ്രാധാന്യം യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് കിട്ടുന്നു. കാരണം വംശാവലി ഗ്രന്ഥം നമ്മൾ വായിക്കുന്ന സമയത്ത് അബ്രാഹാം മുതൽ ദാവീദ് വരെ 14 തലമുറകളും, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14 തലമുറകളും, ബാബിലോൺ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ 14 തലമുറകളും രാജകീയമായ ഒരു ഭരണക്രമത്തിൻ്റെ തുടർച്ചയാണ് വംശാവലി ഗ്രന്ഥത്തിൽ വായിക്കുന്നത്. അപ്പോൾ യേശു രാജാവാണെങ്കിൽ തീർച്ചയായിട്ടും മറിയം രാജമാതാവാണ്. ആ രാജമാതാവിൻ്റെ സാന്നിധ്യം ഓർമ്മപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുവാനും ഈ മരിയൻ മെഡൽ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഈ ബെനഡിക്റ്റൈൻ കുരിശും മരിയൻ മെഡലും മറ്റ് 7 വസ്തുക്കളും ആശീർവദിച്ച് അനുഗ്രഹിച്ച് അത് ഉപയോഗിക്കുകയും അത് നമ്മുടെ സാമീപ്യം ഉണ്ടാകുന്ന സമയത്ത് വലിയ ഒരു ദൈവിക സംരക്ഷണവും അഭിഷേകവും നമ്മൾക്കുണ്ടാവുകയും നമ്മൾ എന്ത് നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ നിയോഗങ്ങൾ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ വ്യക്തിജീവിതത്തിൽ അത് സംഭവിക്കുകയും ചെയ്യും. അതിലൊന്നാണ് ആശീർവദിച്ച കുന്തിരിക്ക. അപ്പോൾ കുന്തിരിക്കത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. യേശു ജനിച്ച സമയത്ത് ജ്ഞാനികളായ 3 രാജാക്കന്മാർ യേശുവിനെ കാണാൻ വന്ന സമയത്ത് അവർ സ്വർണം, കുന്തിരിക്കം, മീറ എന്നീ 3 സാധനങ്ങൾ വന്നാണ് യേശുവിനെ കാണുന്നത്. അപ്പോൾ കുന്തിരിക്കത്തിൻ്റെ പ്രതീകം എന്താണെന്ന് ഒന്ന് ചോദിച്ച സമയത്ത് അബ്രഹാത്തിൻ്റെ കാലം മുതൽ ദൈവത്തിനെ ബലിപീഠം ഒരുക്കി ബലി കൊടുക്കുന്ന സമയത്ത് അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന വസ്തുക്കളിലൊന്നാണ് കുന്തിരിക്കം. ഇല്ലെങ്കിൽ കുന്തിരിക്കം പുകയ്ക്കുന്ന സമയത്ത് കുന്തിരിക്കത്തിൻ്റെ പുകച്ചുരുളുകൾ അന്തരീക്ഷത്തിൽ കടക്കുന്നത് പോലെ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നു. അല്ലെങ്കിൽ നമ്മുടെ സ്വരത്തിലൂടെ നമ്മുടെ മനസ്സിൽ നിന്ന്
കടന്നു വരുന്ന പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുന്ന പോലെ തന്നെ കുന്തിരിക്കം പുകയ്ക്കുന്ന സമയത്ത് ആ പുകച്ചുരുളുകളിൽ നിന്ന് ഉയർന്ന് ദൈവസന്നിധിയിൽ എത്തുന്നു. അതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് ഈ കുന്തിരിക്കം ഉപയോഗിക്കുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഉസിയ രാജാവ് ദൈവ ആരാധനയ്ക്ക് ചെന്ന സമയത്ത് പുരോഹിതന്മാർ അവിടെ എത്തിയില്ലായിരുന്നു. അതുകൊണ്ട് പുരോഹിതന്മാർ ദൈവാരാധനയ്ക്ക് വേണ്ടി ധൂപം അർപ്പിക്കുന്ന സമയത്ത് ഉസിയ രാജാവ് തന്നെ ഈ കുന്തിരിക്കം എടുത്തുകൊണ്ട് ധൂപ അർച്ചന നടത്തി. പുരോഹിതന്മാർക്ക് മാത്രം ഉപയോഗിക്കാൻ അധികാരമുള്ള, രാജാക്കന്മാർക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഉസിയ രാജാവ് ഇത് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു, ഉസിയ രാജാവിൻ്റെ നെറ്റിയിൽ കുഷ്ഠം, ഉടനെ തന്നെ കുഷ്ഠരോഗം ബാധിക്കുന്നു. മാത്രമല്ല കുഷ്ഠരോഗം ബാധിച്ചുകൊണ്ട് ഉടൻ തന്നെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. പുരോഹിതന്മാർക്ക് മാത്രം ഉപയോഗിക്കാൻ ആ കാലഘട്ടങ്ങളിൽ അനുവാദമുണ്ടായിരുന്ന വസ്തുവാണ് കുന്തിരിക്കം. ഇന്നും നമ്മുടെ ദേവാലയങ്ങളിൽ ദിവ്യബലിയുടെ സമയത്ത് കുന്തിരിക്കം പുകയ്ക്കുന്നു. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ വീടുകളിലും കുന്തിരിക്കം പുകയ്ക്കാറുണ്ട്. ഈ ഗാഗുൽത്തയിൽ നിന്ന് നൽകുന്ന കുന്തിരിക്കം പ്രത്യേകമായ പ്രാർത്ഥനാ ശുശ്രൂഷകൾ ചെയ്ത് ആശീർവദിച്ചതാണ്. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, വൈകുന്നേരം 7 മണിക്ക് സാധാരണ രീതിയിൽ നമ്മൾ കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ആ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഈ കുന്തിരിക്കം പുകയ്ക്കുകയും വീട്ടിലുള്ള എല്ലാ മുറികളിലും ഈ പുക കൊണ്ടു ചെല്ലുകയും തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും, ഈ കുന്തിരിക്കം പുകയ്ക്കുമ്പോൾ ഉയരുന്ന പുകച്ചുരുളുകൾ ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്ന പോലെ നിങ്ങളുടെ ചുണ്ടിൽ നിന്നും മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ശബ്ദത്തിലൂടെ കടന്നു വരുന്ന പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയരുവാൻ ഇടയാകും. അതുകൊണ്ട് ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുന്തിരിക്കം പുകച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമൻറ്റ് ബോക്സ് വാങ്ങുമ്പോൾ അതിൻ്റെ ഒപ്പം ഇത് ലഭിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ സെപ്പറേറ്റഡ് പാക്കറ്റായിട്ടും കൗണ്ടറിൽ ലഭിക്കുന്നു. വിശുദ്ധ തൈലത്തെ നമുക്ക് പരിചയപ്പെടാം. ഒലിവിൻ്റെ എണ്ണയാണ് ഈ വിശുദ്ധ തൈലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ബൈബിളിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 29-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ വരും നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പുരോഹിതൻ തൻ്റെ കൈവശം അഭിഷേക തൈലം ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. നല്ല സമരിയാക്കാരൻ്റെ ഉപമ വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, മുറിവേറ്റ് വഴിയിൽ കിടക്കുന്ന വ്യക്തിയെ സമരിയാക്കാരൻ കാണുന്നു. തൻ്റെ കൈവശമുള്ള എണ്ണയും വീഞ്ഞുമെടുത്ത് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി സത്രത്തിലാക്കുന്നു. പിന്നീട് നമ്മൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ തിരുവാക്യം വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, പുരോഹിതൻ അഭിഷേക തൈലവും കൈവശം ഉണ്ടായിരിക്കണമെന്നുള്ള നിർദ്ദേശം. 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സാമുവേൽ പ്രവാചകൻ കൊമ്പിൽ തൈലവുമായി കടന്നു ചെന്ന് ജസ്സയുടെ ഭവനത്തിൽ കടന്നു ചെന്ന് ജസ്സയുടെ മക്കളെയാണ് രാജാവാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു മനസ്സിലാകുന്ന സമയത്ത് ജസ്സയുടെ ഓരോ മക്കൾ കടന്നു വരുന്നു. അവസാനം ദാവീദ് കടന്നു വരുന്നു. ദാവീദിൻ്റെ ശിരസിൽ തൈലം ഒഴിച്ച് അഭിഷേകം ചെയ്ത് ദാവീദിനെ രാജാവായി പ്രഖ്യാപിക്കുന്നു. ഇതുപോലെ തന്നെ യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ പുതിയ നിയമത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്, വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം നൽകും. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേക തൈലം പുരട്ടി പ്രാർത്ഥിക്കണമെന്ന് ഈ ലേഖനം നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ വരുന്ന സമയത്ത് ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ് എന്നാണ് പറയുന്നത്. സന്തോഷത്തിൻ്റെ തൈലമാണ് അഭിഷേക തൈലം. നമുക്ക് ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് തൈലാഭിഷേകം നടക്കുന്ന സമയത്ത് സന്തോഷം നൽകുമെന്നാണ് പറയുന്നത്. സങ്കീർത്തനം 23-ന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നുവെന്ന്. തുടർന്ന് നമ്മൾ 45-ാം സങ്കീർത്തനത്തിൽ 7-ാമത്തെ വാക്യത്തിൽ തന്നെയാണ് പറയുന്നത്, എന്നെ
ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. അനോയിൻറ്റ് വിത്ത് ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും സുവിശേഷം വായിക്കുന്ന സമയത്ത് നമ്മൾ മുഴുവൻ ഈ തൈലവുമായിട്ടാണ് കാണുന്നത്. അഹറോൻ എൻ്റെ അഭിഷേകത്തെക്കുറിച്ച് നമ്മൾ സങ്കീർത്തനങ്ങൾ വായിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. അഹറോൻ്റെ ശിരസിൽ നിന്ന് നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങുന്ന തൈലത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദൈവികമായ സംരക്ഷണം, ആത്മീയമായ ഒരു സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് തൈലാഭിഷേകം നടക്കുന്നത്. പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യുന്ന സമയത്ത് തൈലം പുരട്ടിക്കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നത്. ബിഷപ്പുമാരെ അഭിഷേകം ചെയ്യുമ്പോഴും തൈലം പുരട്ടിക്കൊണ്ട് തന്നെയാണ് അഭിഷേകം ചെയ്യുന്നത്. നമ്മൾ ജ്ഞാനസ്നാനം കൊടുക്കുന്ന സമയത്തും തൈലം പുരട്ടിക്കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. സ്ഥൈര്യലേപനത്തിൻ്റെ സമയത്ത് തൈലം പുരട്ടിക്കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. രോഗീലേപനം നടത്തുന്ന സമയത്തും തൈലം പുരട്ടിക്കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞു വന്നത് ബൈബിളിൽ തൈലാഭിഷേകം ഒരു ആത്മീയ ശുശ്രൂഷയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിയോഗം എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ആശീർവദിച്ച, അനുഗ്രഹിച്ച എക്സോസിസം പ്രെയർ ഓൺ ഓയിൽ എന്ന് പറഞ്ഞ പ്രത്യേകമായ പ്രാർത്ഥനകൾ ചൊല്ലിയ തൈലമാണ് ഈ വാഗ്ദത്തം എടുക്കുന്ന ആളുകൾക്ക് നൽകുന്നത്. ഇത് അവരുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാനും പൈശാചിക ശക്തികളിൽ നിന്ന് സംരക്ഷണം നൽകുവാനും ഇത് സഹായകരമായി മാറുന്നു. ഈ ഒലിവിൻ്റെ എണ്ണ കിട്ടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില കുടുംബങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെറുതെ രൂപക്കൂടിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കും. കുറേ നാൾ കഴിയുമ്പോൾ ആ എണ്ണ കേടായി പോവുകയും ചെയ്യും. ഇത് ആശീർവദിച്ച് വെഞ്ചരിച്ച വസ്തുവാണ്. അതുകൊണ്ട് ഇത് കേടാവാനിടയാക്കരുത്. ഇത് കൊണ്ടുപോകുന്ന ആളുകൾ ഈ ആശീർവദിച്ച അഭിഷേക തൈലം തങ്ങളുടെ വീട്ടിലുള്ള എണ്ണ സൂക്ഷിക്കുന്ന ഭരണിയിൽ കൊണ്ട് അല്പം ഒഴിക്കുക. എല്ലാ ദിവസവും ഇത് തീരുന്നത് വരെ കുടുംബാംഗങ്ങൾ മുഴുവൻ നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുക. അതുപോലെ തന്നെ ഇത് കൊണ്ടുപോയിട്ട് വീടിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശന കവാടത്തിലും വാതിലിലും, വീടിൻ്റെ പുറകിൽ, വീടിൻ്റെ പിന്നിൽ കിച്ചൻ്റെ സൈഡിൽ നിന്നൊക്കെ ചിലപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങാനായിട്ട് വാതിലുകളുണ്ടെങ്കിൽ ആ വാതിലിലും, വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റിലും, വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ താക്കോല് വയ്ക്കുന്ന സ്ഥലത്തോ ഹാൻഡിലോ സ്റ്റിയറിംഗ് വീലിലോ ഗിയർ ലിവറിലൊക്കെ ഒന്ന് കുരിശടയാളം വരച്ച് ഒരു ദൈവിക സംരക്ഷണത്തിന് ഇത് വലിയ കാരണമായിട്ട് പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ അഭിഷേക തൈലം കൃത്യമായിട്ട് ഉപയോഗിക്കുകയും നമ്മുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അത് വലിയ ഒരു ആത്മീയ അനുഗ്രഹവും കവചവും സംരക്ഷണവുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ 5 നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഗാകുൽത്തയിൽ വന്ന് വാഗ്ദത്തം എടുക്കുകയും വാഗ്ദത്തത്തോടൊപ്പം കിട്ടുന്ന ഈ കമൻറ്റ് ബോക്സ് ഉപയോഗിക്കുകയും ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് വലിയ ആത്മീയ അനുഗ്രഹം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.